നടനും BJP നേതാവുമായ ജി കൃഷ്ണകുമാറിനെതിരെ തട്ടിക്കൊണ്ടുപോയി എന്ന പരാതിയിൽ കേസ്. മകൾ ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിലെ വനിതാ ജീവനക്കാരുടെ പരാതിയിലാണ് ഈ നടപടി. സ്ഥാപനത്തിൽ നിന്ന് 69 ലക്ഷം രൂപ തട്ടിയെടുത്തു എന്ന പരാതിയിൽ നേരത്തെ ജീവനക്കാർക്കെതിരെ കേസെടുത്തിരുന്നു. ഇതിന് പിന്നാലെയാണ് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ ജീവനക്കാർ പരാതി നൽകിയത്. പരാതിക്കാർ സ്ഥാപനത്തിലെത്തുന്നതും പിന്നീട് മടങ്ങിപ്പോകുന്നതുമായി ദൃശ്യങ്ങൾ കൃഷ്ണകുമാർ പോലീസിന് കൈമാറി. അല്ല, ഇവരെടുത്തിട്ടില്ല. നിങ്ങൾ മാത്രം എടുത്തില്ല. നിങ്ങൾ എടുത്തിട്ടാണ് കൊടുത്തത്. ഇവരെടുത്തിട്ടില്ലേ? ഉണ്ട്. അപ്പോൾ ഒരു സെക്കൻഡ്, ഇവർക്ക് നിങ്ങൾ അയച്ചു കൊടുക്കുന്നതിനാണ് അതല്ല നിങ്ങൾ അവിടെ എടുത്ത പൈസ ഇരിക്കട്ടെ. പിന്നെ നോക്കണം, നിങ്ങൾ ഈ അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്ത പൈസ ഇല്ലേ, അത് ആരുടെ അക്കൗണ്ട്? ശരി, നിങ്ങൾക്ക് ഏകദേശം ധാരണയില്ല അല്ലേ? 3 ലക്ഷം വരെ ഞങ്ങളുടെ കമ്പനിയുടെ QR കോഡ് വർക്ക് ചെയ്യുന്നില്ല, അതുകൊണ്ട് വേറെ QR കോഡ് തരാമെന്ന് പറഞ്ഞിട്ട് ആ QR കോഡ് കാണിക്കുന്നു, അതിലോട്ട് പൈസ മാറ്റുന്നു. ഇത് കുറച്ച് കാലമായിട്ട് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ഡെയിലി കണക്ക് ഇവർ നോക്കിയിട്ടില്ല. അപ്പോൾ ഇവരുടെ ഓഡിറ്റർ ഇതെല്ലാം പരിശോധിക്കുന്നു. അപ്പോൾ ഓഡിറ്റർ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞത് അതിലൊരു വേരിയേഷൻ വരുന്നുണ്ട്, കണക്കുകളിലും സ്റ്റോക്കിലും ഒന്ന് പരിശോധിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഈ ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ കുട്ടികൾ ആദ്യം സമ്മതിക്കുന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഇവർ ജോലി വിട്ടുപോകുന്നു. ഏതെങ്കിലും കസ്റ്റമേഴ്സ് എന്നെ ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്ന ആരെങ്കിലും ഇത് ഇങ്ങനെ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിനെ അറിയിക്കണമെന്ന്, അല്ലെങ്കിൽ 100 കണക്കിന് ഇങ്ങനെ മെസ്സേജ് ചെയ്ത് ഞാൻ ഇത്രാം തീയതി വാങ്ങിച്ചിട്ട് സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് പൈസ പോയതിനേക്കാൾ വിശ്വാസവഞ്ചനയുടെ അതിൻ്റെ ഒരു വേദനയാണ് കൂടുതലുള്ളത്. ഒരു ത്രട്ടൻ ചെയ്യുന്ന പോലെ ഒരാളുടെ ഹസ്ബൻഡ് എന്നെ വിളിച്ച് സംസാരിച്ചു. 31-ാം തീയതി എന്നെ വിളിച്ച് സംസാരിച്ചു രാത്രി. അതിനുശേഷം എന്നെ ആരും വിളിച്ചിട്ടില്ല. എന്നെ വിളിച്ച് പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കേസ് കൊടുത്തു എന്നെന്തോ അറിഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു നടപടി നമ്മൾ അതായിട്ട് തന്നെ പോവുകയാണെന്ന് പറഞ്ഞു. അപ്പോൾ പുള്ളി പറഞ്ഞു ഇല്ല, പറ്റത്തില്ല, ഒരു പേപ്പറിൽ മര്യാദയ്ക്ക് എഴുതി തരണം, ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു പൈസയും തിരിച്ചു തരത്തില്ല എന്ന് പറഞ്ഞ് എന്നെ ത്രട്ടൻ ചെയ്തു. മനീഷ് മഹിപാൽ ചേരുന്നു തിരുവനന്തപുരത്ത് നിന്നും കൂടുതൽ വിവരങ്ങളുമായി. മനീഷ്, ഇതെന്താണ് കേസ്? കാരണം ഇതിൽ ദിയ കൃഷ്ണയുടെ ഒരു സ്ഥാപനം, അതിലെ വനിതാ ജീവനക്കാർക്കെതിരെ ഒരു പരാതി നേരത്തെ ഉണ്ട്. അത് ഈ 69 ലക്ഷത്തോളം രൂപ അത് തട്ടിയെന്നൊരു പരാതിയാണുള്ളത്. പക്ഷെ പിന്നാലെ ഇപ്പോൾ ഈ ജീവനക്കാർ നടനും BJP നേതാവുമായ കൃഷ്ണകുമാറിനും ഒപ്പം മകൾ ദിയയ്ക്കുമെതിരെ മറ്റൊരു കേസ് കൊടുക്കുന്നു. അപ്പോൾ എന്താണ് ഇവർക്കിടയിലെ പ്രധാനപ്പെട്ട പ്രശ്നം, തർക്കം എന്താണ്? ഈ തട്ടിക്കൊണ്ടുപോയി എന്നൊക്കെയുള്ള കേസ് അത് എന്ത് അടിസ്ഥാനത്തിലാണ്? നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യങ്ങൾ എന്താണ് മനീഷ്? പ്രജിൻ, കഴിഞ്ഞ വർഷം അതായത് 2024 ജൂലൈ മാസം മുതലാണ് കൃഷ്ണകുമാറിന്റെ മകൾ ദിയ കൃഷ്ണയുടെ കവടിയാറുള്ള ബൊട്ടീക്ക് സ്ഥാപനത്തിൽ നിന്നും ഏകദേശം 69 ലക്ഷം രൂപ, അതായത് ഇവർ പറയുന്നത് അക്കൗണ്ട്, അതായത് ഈ QR കോഡ് മുഖേന മാത്രമാണ് 69 ലക്ഷം രൂപ, അല്ലാതെ കൗണ്ടറിലുള്ള സാധാരണ ക്യാഷ് എന്ന രീതിയിൽ അതിലും അധികം രൂപ ഇവർ എടുത്തിട്ടുണ്ടാകാം. അതിൻ്റെ വിശദാംശങ്ങൾ ലഭ്യമല്ല. പക്ഷേ ഇതിൻ്റെ കൃത്യമായ തെളിവുകളുണ്ട്. 69 ലക്ഷം രൂപ ഇവർ തങ്ങളുടെ സ്ഥാപനത്തിലേക്ക് വരാൻ ഉദ്ദേശിച്ചിരുന്ന പൈസ തങ്ങളുടെ സ്വന്തമായ QR കോഡ്, ഗൂഗിൾ പേ അത് കാണിച്ചു കൊടുത്ത് അത് മുഖേനയാണ് ഇവർ തട്ടിപ്പ് നടത്തിയത്. സ്ഥാപനത്തിൻ്റെ QR കോഡ് കംപ്ലൈൻ്റ് ആണെന്ന് ഈ വരുന്ന കസ്റ്റമേഴ്സിനെ തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു തട്ടിപ്പ് നടത്തിയത്. അതുമായി ബന്ധപ്പെട്ട കൃത്യമായ തെളിവുകളുണ്ട്. ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് ഇടപാടുകൾ സംബന്ധിച്ച് പോലീസിനോ അല്ലെങ്കിൽ ഇതുമായി സംശയമുള്ള ആർക്കെങ്കിലും ഇതൊക്കെ തന്നെ പരിശോധിക്കാമെന്ന് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇവർ കൊടുത്ത പരാതിയിൽ ആദ്യം മ്യൂസിയം പോലീസ് കേസ് എടുത്തിട്ടുമുണ്ട്. ആ കേസ് ജാമ്യമില്ലാത്ത കേസാണ്. ഫ്രോഡ് കേസിന്, വഞ്ചന കുറ്റത്തിന് വിനീത, ദിവ്യ, രാധാകുമാരി ഇവരുടെ ഒരു സുഹൃത്ത് ആദർശ്, അങ്ങനെ 4 പേർക്കെതിരെ മ്യൂസിയം പോലീസ് കേസെടുത്തിട്ടുണ്ട്. പക്ഷേ ഇതിനെതിരെ കേസെടുത്ത് അടുത്ത ദിവസം തന്നെ ഈ 4 പേരും തങ്ങളെ തട്ടിക്കൊണ്ടുപോയി, തങ്ങളെ ദേഹോപദ്രവേൽപ്പിച്ചു, അതുപോലെ തന്നെ തങ്ങളുടെ കയ്യിൽ നിന്നും പണം ഇവർ തട്ടിയെടുത്തു എന്നുള്ള പരാതി ഇതേ പോലീസ് സ്റ്റേഷനിൽ, മ്യൂസിയം പോലീസ് സ്റ്റേഷനിലെ ഇതേ ഇൻസ്പെക്ടർക്ക് കൊടുക്കുന്നു. പക്ഷേ ഈ പരാതി പരിശോധിക്കാതെ, പരാതിയിൽ വലിയ രീതിയിലുള്ള അന്വേഷണം നടത്താതെ ഇവർക്കെതിരെ, ഈ കൃഷ്ണകുമാറിനും ദിയയ്ക്കും എതിരെ, ഭാര്യയ്ക്കും ഉൾപ്പെടെ 6 പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം കേസെടുത്തു എന്നുള്ള, അതായത് സത്യസന്ധമല്ലാത്ത ഒരു പരാതിയിൽ കേസെടുത്തു എന്നുള്ളതാണ് കൃഷ്ണകുമാറിൻ്റെ വാദം. ഇനി ഇത് സംബന്ധിച്ച് എന്താണ് ഈ പരാതിക്കാർ, അല്ലെങ്കിൽ ഈ രണ്ടാമത് പരാതി കൊടുത്ത കേസിലെ, അതായത് ഈ സ്ഥാപനത്തിലെ ജീവനക്കാരായിട്ടുള്ള 3 വനിതകൾക്ക് എന്താണ് പറയാനുള്ളത് കാര്യം ഇപ്പോഴും അവർ വ്യക്തമാക്കിയിട്ടില്ല. അവർ മാധ്യമങ്ങളോട് നിലവിൽ പ്രതികരിക്കുന്നില്ല. പക്ഷേ അവർ മാധ്യമങ്ങളോട് തങ്ങൾക്ക് പറയാനുള്ളത് എന്താണ് എന്നുള്ള കാര്യം അവർ പറയും എന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ അവർ കൊടുത്ത പരാതിയിലെ FIR ഇങ്ങനെയാണ്. അതായത് തങ്ങളെ ഈ 3 പേരുമായിട്ടുള്ള സാമ്പത്തിക തർക്കത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൃഷ്ണകുമാർ തൻ്റെ സ്വാധീനം ഉപയോഗിച്ച് ഈ 3
വനിതാ ഈ പെൺകുട്ടികളെ തട്ടിക്കൊണ്ടു പോവുകയും അവരിൽ നിന്ന് പണം അപഹരിക്കുകയും ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു എന്നുള്ളതാണ് ഇവരുടെ പരാതിയിലെ കേസ്. പക്ഷേ ഇവിടെ കൃഷ്ണകുമാർ പറയുന്നത് അതിന് യാതൊരു തെളിവുകളുമില്ല. താൻ അവരെ തട്ടിക്കൊണ്ടുപോയതിൻ്റെയോ അവരെ ഉപദ്രവിച്ചതിൻ്റെയോ എന്തെങ്കിലും തെളിവുകൾ അവർക്ക് കാണിക്കാൻ സാധിക്കുമോ എന്നാണ്. ഒപ്പം തന്നെ ഈ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ അന്ന് ഇവർക്കൊപ്പം ഒരു രാഷ്ട്രീയ നേതാവ് ഉണ്ടായിരുന്നു. അവരാണ് ഇവർക്ക് വേണ്ട തരത്തിലുള്ള വല്ല സ്വാധീനങ്ങളും ഒരുക്കി കൊടുത്തത് എന്നുള്ള കാര്യം അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട്. ഈ കേസിൽ ഇൻസ്പെക്ടറുടെ ഭാഗത്തുനിന്ന് മോശം അനുഭവം ഉണ്ടായി. നിലവിൽ ആഭ്യന്തരമന്ത്രി കൂടിയായിട്ടുള്ള മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ വിവരം അറിയിച്ചിട്ടുണ്ട്. ജാമ്യം പോലും ലഭിക്കാൻ കിട്ടാത്ത സാഹചര്യം നോക്കി ഒരു അവധി ദിവസവും ശനിയും ഞായറും നോക്കി തനിക്കും കുടുംബത്തിനുമെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തിയതിന് പിന്നിൽ മറ്റു ലക്ഷ്യമുണ്ട്. ഈ 3 പെൺകുട്ടികൾ സാധാരണ വീട്ടിൽ നിന്ന് വരുന്ന പെൺകുട്ടികളാണ്. അവരെന്തിനു വേണ്ടിയിട്ടാണ് ഈ രീതിയിലൊരു കള്ളപ്പരാതി കൊടുത്തതും ഒപ്പം തന്നെ സെറ്റിൽമെൻറ്റിനായി തൻ്റെ വീട്ടിലും ഒപ്പം തന്നെ ദിയയുടെ ഫ്ലാറ്റിലും എത്തി സെറ്റിൽമെൻറ്റിന് വേണ്ടി സംസാരിച്ച് 8 ലക്ഷം രൂപ നൽകുകയും പിന്നീട് ഒരു രാത്രിയിൽ അവർ വിളിച്ച് മകളെ ഭീഷണിപ്പെടുത്തുകയും പിന്നീട് ഈ സെറ്റിൽമെൻറ്റിൽ നിന്ന് പിന്മാറുകയും ഒപ്പം തന്നെ ഭീഷണിപ്പെടുത്തി പരാതിയിൽ നിന്ന് പിന്മാറിയില്ലെങ്കിൽ കൃഷ്ണകുമാറും കുടുംബവും അനുഭവിക്കേണ്ടി വരുമെന്ന തരത്തിലുള്ള ഭീഷണി മുഴക്കുകയും ചെയ്തതിന് പിന്നിൽ ഈ പെൺകുട്ടികൾ മാത്രമല്ല, ഇവർക്ക് പിന്നിൽ മറ്റ് തരത്തിലുള്ള ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് കൃഷ്ണകുമാറിൻ്റെ വാദം. ഇനി ഇത് സംബന്ധിച്ച് പോലീസും ഒപ്പം തന്നെ ഈ പരാതിക്കാരായ പെൺകുട്ടികളും അവരുടെ ഭാഗം കൂടി പറയുമ്പോൾ മാത്രമേ കൃത്യമായ വസ്തുത പുറത്തു വരികയുള്ളൂ. പക്ഷേ ഇവിടെ 69 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു എന്നുള്ളത് അടക്കമുള്ള തെളിവുകൾ തൻ്റെ പക്കൽ ഉണ്ടെന്നും ഇവർ അത് സമ്മതിച്ചിട്ടുണ്ട് എന്നും അതിൻ്റെ ഭാഗമായി 8 ലക്ഷം രൂപ തിരിച്ചു തന്നിട്ടുണ്ട് എന്നുമാണ് കൃഷ്ണകുമാർ പറയുന്നത്. മനീഷ്, ഇപ്പോൾ ഇവർ പുറത്തുവിട്ട ചില ദൃശ്യങ്ങളുണ്ടല്ലോ, അതിൽ CCTV ദൃശ്യങ്ങളുണ്ട്. ഒപ്പം തന്നെ ഈ കൃഷ്ണകുമാറുമായി സംസാരിക്കുന്നതൊക്കെ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. അത് എന്താണ്, അത് എപ്പോഴാണ് സംഭവം, ഇവർ ഈ ജീവനക്കാരുമായി എന്താണ് സംസാരിക്കുന്നത്, ഒപ്പം തന്നെ ആ CCTV ഫുട്ടേജസിൽ നമ്മൾ കാണുന്നത് എന്താണ്? പ്രജിൻ, കഴിഞ്ഞ മാസം 28-ാം തീയതിയാണ് ദിയയുടെ സഹോദരി ഇഷാനയുടെ ഒരു സുഹൃത്താണ് കടയിൽ വന്നപ്പോൾ, ഇഷാനയുടെ സുഹൃത്ത് കടയിൽ വന്നപ്പോൾ ഈ കടയിലെ QR കോഡ് കംപ്ലൈൻ്റ് ആണെന്നും ഈ ജീവനക്കാരിൽ ഒരാളായിട്ടുള്ള ദിവ്യയുടെ പേഴ്സണൽ QR കോഡിലോട്ട് അയച്ചു നൽകിയാൽ മതി എന്ന് പറയുന്നത്. പക്ഷേ അത് പ്രിൻ്റ് ഔട്ട് എടുത്ത ഒരു QR കോഡായിരുന്നു. അത് പരിശോധിച്ച ശേഷം അതിലെത്രയോ 1000 2000 രൂപ അയച്ചു കൊടുത്ത ശേഷം ഇഷാനയോട് കടയിൽ വന്നുവെന്നും ഈ രീതിയിൽ പണം അയച്ചു കൊടുത്തു എന്നും പറഞ്ഞു. അപ്പോഴാണ് ഈ QR കോഡ് കംപ്ലൈൻ്റായി വിവരം അറിയുകയും ഇവരൊരു ഓഡിറ്ററുമായി ബന്ധപ്പെടുകയും ഓഡിറ്ററായി ബന്ധപ്പെട്ടപ്പോഴാണ് ഈ ടേൺ ഓവർ, അതായത് കഴിഞ്ഞ വർഷം ജൂലൈ മുതൽ കഴിഞ്ഞ മാസം വരെ നടന്ന കച്ചവടത്തിൽ വലിയ രീതിയിലുള്ള വ്യതിയാനം വരവ് ചെലവ് കണക്കുമായി ബന്ധപ്പെട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു പരിശോധന നടത്തിയപ്പോഴാണ് ലക്ഷക്കണക്കിന് രൂപ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് വരാതെ പക്ഷേ സാധനങ്ങൾ വിറ്റുപോകുന്നു എന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെ ഇവരെ വിളിച്ച് ചോദ്യം ചെയ്യുന്നു. ഇവർ ആദ്യം കടയിൽ വെച്ച് ഇവരുമായി സംസാരിക്കുന്നു. അപ്പോഴൊന്നും ഇവർ കുറ്റസമ്മതം നടത്തിയില്ല. പക്ഷേ പിന്നീട് ദിയയുടെ ഫ്ലാറ്റിൽ വെച്ച് സംസാരിച്ചപ്പോൾ തെളിവുകൾ നിരത്തിയപ്പോൾ ഈ 3 പെൺകുട്ടികൾ അവർ കുറ്റം സമ്മതിച്ചു എന്നാണ് ഇവർ പറയുന്നത്. പക്ഷേ തങ്ങളുടെ ഭാവി ഓർത്ത് പരാതിപ്പെടരുത്, തങ്ങൾ അത് ഘട്ടം ഘട്ടമായി അത് തുക അടച്ചു നൽകാമെന്ന് പറയുന്നു. പിന്നീട് ഈ ഫ്ലാറ്റിൽ വെച്ച് രണ്ടാമത് നടന്ന ചർച്ചയിൽ വലിയ തർക്കങ്ങളാകുന്നു. അങ്ങനെ ഈ വീട്ടിൽ വെച്ച്, അതായത് കൃഷ്ണകുമാറിൻ്റെ തിരുവനന്തപുരത്തെ അമ്പലമുക്കുള്ള വീട്ടിൽ വെച്ച് പിന്നീട് ചർച്ചയുണ്ടാകുന്നു. പക്ഷേ ഈ ചർച്ചയിൽ വെച്ചും തുടർ ദിവസങ്ങളിൽ പണം നൽകാവുന്ന രീതിയിൽ പോയ അവർ പെട്ടെന്നൊരു രാത്രിയിൽ വിളിച്ച് സെറ്റിൽമെൻറ്റിൽ നിന്നും മാറി അവർ ഭീഷണിയുടെ സ്വരത്തിലേക്ക് സംസാരിച്ചു എന്നാണ് നമ്മൾ ദൃശ്യങ്ങൾ കാണുന്നത്. ഒന്ന് സെറ്റിൽമെൻറ്റിന് വേണ്ടി ദിയയുടെ ഫ്ലാറ്റിൽ വരുന്നത്, മറ്റൊന്ന് അമ്പലമുക്കിലുള്ള കൃഷ്ണകുമാറിൻ്റെ വീട്ടിൽ വന്ന് ഈ പെൺകുട്ടികളുടെ സുഹൃത്തുക്കളുമായി സംസാരിക്കുന്ന ദൃശ്യങ്ങൾ, മറ്റൊന്ന് ഇവർ കടയിലെ ദൃശ്യമാണ്. കടയിൽ QR കോഡ് മാറ്റി വെച്ചുകൊണ്ട് സ്വന്തം ഫോണിലെ QR കോഡ് കാണിച്ചു കൊടുക്കുകയും മറ്റൊരു പ്രിൻ്റ് ഔട്ട് എടുത്ത QR കോഡ് കാണിച്ചു കൊടുത്തും കസ്റ്റമറിൻ്റെ കയ്യിൽ നിന്നും പണം ആ രീതിയിൽ തട്ടിക്കുന്നു. അങ്ങനെ 2 തരത്തിലുള്ള ദൃശ്യങ്ങളാണ് നിലവിൽ മാധ്യമങ്ങൾക്ക് മുന്നിൽ കൃഷ്ണകുമാർ അടക്കം പുറത്തുവിട്ടിട്ടുള്ളത്. ഇനിയും കുറെ തെളിവുകളുണ്ട്. സെയിൽസ് റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങൾ തൻ്റെ പക്കലുണ്ട്. ഈ സെയിൽസ് റിപ്പോർട്ടും കൃത്യമായി വിലയിരുത്തിയാൽ തട്ടിപ്പ് നടത്തിയതിനെ പറ്റിയുള്ള ആകെ തുക മനസ്സിലാകുമെന്നും വരും ദിവസങ്ങളിലടക്കം കൂടുതൽ തെളിവുകൾ പുറത്തുവിടുമെന്നാണ് കൃഷ്ണകുമാർ പറയുന്നത്. പക്ഷേ ഇനി മറ്റൊരു വെർഷൻ ഈ പെൺകുട്ടികളെ സംബന്ധിച്ച്, ജീവനക്കാരികളെ സംബന്ധിച്ച് അവർക്ക് എന്താണ് പറയാനുള്ളത് കാര്യമാണ് നമുക്കിനി അറിയേണ്ടത്. വ്യക്തമാണ് മനീഷ്. എന്തായാലും വളരെ വിശദമായി തന്നെ മനീഷ് അക്കാര്യങ്ങൾ വിശദമാക്കിയിട്ടുണ്ട്. എന്താണ് ആ കേസ് എന്നുള്ളതും അതിന് പിന്നിൽ ഇപ്പോൾ വന്നിരിക്കുന്ന ഡെവലപ്മെന്റ്സ് എന്താണെന്നുള്ളത്. ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയ ജീവനക്കാർ തന്നെയാണ് ഇനി വിശദീകരിക്കേണ്ടത്. എന്തുകൊണ്ട് ഇങ്ങനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്തി എന്നൊക്കെയുള്ള പരാതി നൽകിയെന്നുള്ളത്. മാധ്യമങ്ങളോട് ഇപ്പോൾ പ്രതികരിക്കാൻ അവർ തയ്യാറായിട്ടില്ല. എങ്കിലും വരും മണിക്കൂറിലോ അല്ലെങ്കിൽ നാളെയോ അല്ലെങ്കിൽ അടുത്ത ദിവസങ്ങളിലൊക്കെ തന്നെ ആ പ്രതികരണം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. എന്തായാലും പോലീസ് ഇപ്പോൾ ഇവരുടെ പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് കൃഷ്ണകുമാറിനും മകൾ ദിയ കൃഷ്ണയ്ക്കുമെതിരെ.